അല്ലാണ്ട് നമ്മളല്ലേ ഇരുത്തം കണ്ടെങ്കിൽ നിങ്ങളതല്ല, എന്നെ പോലത്തെ കുറച്ചാളത് ഇങ്ങനെ ബേജാറാണ്ട് ഞങ്ങളങ്ങനെ ചെല്ലിയ നിങ്ങളെ നല്ലോർമ്മ നിങ്ങളെ അല്ല നമ്മളല്ലേ ഇരുത്തണ്ട. ഏത് കളത്തിൽ പോയെങ്കിലും ഇങ്ങനെ അല്ലേ ഞാൻ ആരി നീ ആരി നിന്റെ കാലിന്റെ അടിയിലേക്ക്, നിന്റെ കാലിന്റെ വിരലിലേക്ക്, നിന്റെ വിരലിന്റെ കൊടിയിലേക്ക് കടിച്ച് പാറിപ്പോയ കൊതുകിന്റെ അത്ര പോലും ബല നിനക്കില്ല. പിന്നെ നീ ആര്? ഞാനാരി കേൾക്കുന്നതിന് നീ ആരുമല്ല, നീ ഒരു കുന്തമല്ല. അപ്പൊ കൊതിന്റെ അത്ര പോലും ഞങ്ങൾക്ക് വിലയില്ല ഇല്ലാന്ന് ഇങ്ങനത്തെ വിചാരിച്ച 500 നോട്ടും പിന്നെ 2000 പച്ചല്ല ചോപ്പല്ലേ അല്ലേ എന്റേത്. ഈ ചങ്ങായി വന്നിട്ട് എന്തെല്ലാം കട്ടറാക്കി. ഇപ്പൊ നാളെ എന്താവും ചെല്ലാനും കയല്ല വിട്. എന്തിപ്പോ എനിക്ക് നോട്ട് കാണാതെ കുറെ ആണ്ടായി. പിങ്ക ഇതെല്ലാം വെച്ചിട്ട് കീശൽ നടക്കുമ്പോ നമ്മളെ ഓരോരുത്തന്റെ ഭാവന, ഓരോരുത്തന്റെ ധാരണ ഞാൻ എന്റെ എല്ലാരും അങ്ങനെ മുണ്ടം കാല, എന്റെ എതിരിൽ അങ്ങനെ ആരും നടക്കാൻ കാല, ഞാൻ ചെല്ല പോലെ കേട്ടോളണോ, ഞാൻ ആരി? നീ ആരുമല്ല, ഞാനും നിങ്ങളും ഒന്നുമല്ല. ഞങ്ങൾ ഈ ഭൂമി ലോകത്ത് ആരുമല്ല. പാറി പറക്കുന്ന ഞങ്ങളെ ചോര കുടിച്ച് ഈ അന്തരീക്ഷത്തിലൂടെ ഇപ്പൊ പറക്കുന്ന ആ കൊതുകിന്റെ അത്ര പോലും പവറോ ശക്തിയോ മഹത്വമോ നമുക്കില്ല. എന്താ നിങ്ങൾ ആരെങ്കിലും കൊതുക് അടിച്ച? ഇപ്പൊ കൊതു മനസ്സിലായ നിങ്ങക്ക്? കൊതില്ല ഈ നാട്ടില്? കൊതു ചെറിയൊരു കൊതു അല്ലേ? കൊതുക് എന്റെ ചോര കുടിക്കും. കുറച്ച് ഒരു ചെറിയൊരു ഡോസ്, ഒരു തുള്ളിയില്ല, അത്ര മൈനസ് പോയിന്റ്. എന്റെ ഉസ്താദിന്റെ ചോരയും കുടിക്കും. അതിന് പിന്നെ ജാതി മതമൊന്നും ഇല്ലല്ലോ. കൊതിന് ജാതി മതമൊന്നുമില്ല. കൊതിന് പിന്നെ ലീഗ്, BJP, പിന്നെ മാർക്സിസ്റ്റ്, കോൺഗ്രസ്, ദള് അങ്ങനത്തെ പാർട്ടിയും ഇല്ല. ജാതിയില്ല, മതമില്ല, എല്ലാരും ഒരേപോലെ കാണുന്ന നല്ല മനസ്സിൽ അല്ലേ? അങ്ങനത്തെ ഉറവാണ് 10 ആള് നമ്മുടെ കൂടെ ഈ നാട്ടിൽ. എന്തോ അല്ലേ നമ്മളെ ഈ നാട്ടിലൊന്നും ആ പ്രശ്നമില്ല. അൽഹംദുലില്ലാഹ് ഹൈന്ദവ സഹോദരന്മാരും നമ്മുടെ എല്ലാ ജാതി മതസ്ഥരും തോളോട് തോള് ചേർന്ന് ഒത്തൊരുമയോടെ ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന സൗഹാർദ്ദത്തിന്റെ മണ്ണ് കണ്ടില്ലേ? പ്രവാചകന്റെ മദ്ഹുകൾ ഈ സദസ്സിൽ പറയപ്പെടുമ്പോ അവിടെ അവരെ മന്ദിരത്തിൽ വെച്ചിട്ട് അവരുടെ പൂജാതി കർമ്മങ്ങളും അവരുടെ മന്ദിരത്തിന്റെ മന്ത്രവചനങ്ങളും നടക്കുകയാണ്. നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ ആർക്കും ഒരു ചർച്ചയില്ല, വിഷയമില്ല, ഒന്നുമില്ല ഇരിക്കട്ടെ. അതേപോലെ തന്നെ ജീവിയാണ് ഈ കൊതുക്. അതിന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ആരിലും അങ്ങനെ അരിസുമില്ല, ഏറിയ ബിരുസും ഇല്ല. ഒരേപോലെ ആരെയും കടിക്കുന്നത്, എന്നെയും കടിക്കുന്നത്, ഉസ്താദിനെയും കടിക്കുന്നത്, നിങ്ങളെയും കടിക്കുന്നത്, മന്ത്രിനെയും കടിക്കുന്നത്, 5 മുക്കാലിക്ക് ഗതിയില്ലാത്ത ഓനെയും കടിക്കുന്നത്. ആരാ? ഓന കടിച്ചിട്ട് എന്താ കുറയോ? എല്ലാരെയും കുറച്ച് രക്തം കുടിച്ചിട്ട് അത് പാറും. അതിന് ഒരു ബുദ്ധിമുട്ടും ഇങ്ങോട്ടേക്ക് ആ കൊതുകിന് ഒരു പ്രയാസവും ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ 4-5 ആളെ ചോര കുടിച്ചിട്ട് ഏതെങ്കിലും ഒരു കൊതുക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് താഴെ വീണത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. സത്യം പറഞ്ഞാൽ എന്റെ ചോര, എന്റെ ബ്ലഡ് A ഗ്രൂപ്പാണ്, ഉസ്താദിന്റേത് B ഗ്രൂപ്പാണ്, ഉസ്താദിന്റേത് AB ഗ്രൂപ്പാണ്, ഞങ്ങളത് അലഗ് അലഗ് ഗ്രൂപ്പ്. എന്നിട്ട് പോലും കൊതുകിന് ഒരു പ്രശ്നവും ഇല്ല. എല്ലാരും ചോരയും അത് സ്വീകരിച്ചോ, എല്ലാരും ബ്ലഡ് അത് കുടിച്ചോ, സ്വസ്ഥമായിട്ട് പുതിയ ആപ്പിളിനെ പോലെ പാറിക്കൊണ്ടുണ്ട് അല്ലേ? പിന്നെ അതേ ടൈമിൽ എനക്ക് ചോര വേണ്ടി വന്നു വെച്ചോ, എനക്ക് ചോര കയറ്റേണ്ടി വന്ന്, ഉദാഹരണത്തിന് അല്ലാഹു കാക്കട്ടെ, ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഞാൻ അഡ്മിറ്റ് ആയി എങ്കിൽ A ഗ്രൂപ്പുകാരനായ എന്റെ തടിക്ക് കയറ്റേണ്ടത് ഏത് ചോര, ഏത് ബ്ലഡ്? A ഗ്രൂപ്പ് തന്നെ. B ഗ്രൂപ്പ് ആകാൻ പാടില്ല, AB ഗ്രൂപ്പ് ആകാൻ പാടില്ല. എന്റെ ഗ്രൂപ്പ് മാറിയിട്ട് ഒരു തുള്ളി രക്തമാണ് എന്റെ ശരീരത്തിൽ കയറ്റപ്പെടുന്നതെങ്കിൽ അന്ന് എനിക്ക് അപകടമാണ്, അന്ന് എന്റെ ജീവിതം താറുമാറാണ്, അന്ന് ഞാൻ ഡേഞ്ചർ അവസ്ഥയിലാകും, അന്ന് ഞാൻ ചിലപ്പോ മരണപ്പെട്ടെന്ന് വരാം. കാരണം എന്റെ ബ്ലഡ് മാറിപ്പോയി, രക്തം ഗ്രൂപ്പ് മാറിപ്പോയി. അവനവന്റെ ഗ്രൂപ്പിന് അവനവന്റെ അതേ ഗ്രൂപ്പിന്റെ രക്തം തന്നെയാകണം. എന്നാൽ കൊതുകോ അതിനകത്ത് പ്രശ്നമേ ഇല്ല. A ഗ്രൂപ്പാകാം, B ഗ്രൂപ്പാകാം, വേറെ ഏത് ഗ്രൂപ്പുമാകാം, അതിനൊരു പ്രയാസമേ ഇല്ല, ഒരു അപകടമില്ല, മരണമില്ല, സ്വസ്ഥമായിട്ടത് പാറുന്നു. ഇപ്പൊ ആരാണ് ഇവിടെ വലിയ ആൾ? ആര്? ഞാൻ ഒരു കസാലിരിക്കുന്നു,
കൊതുകിനെ കൊണ്ടിട്ട് അപ്പുറത്തെ കസാല ഇരുത്തിയിട്ട് ഇരുന്ന ഇരുത്തത്തിൽ ഞാൻ ആര് എന്ന് കേൾക്കാനുള്ള അകത്തിന്റെ വിഷയം പറയാൻ അധികാരമുള്ളത് എണക്ക കൊതുന. ആർക്ക്? കൊതുനി. പരിപാടി കഴിഞ്ഞ പാട് ഒരു മാലയിട്ട് കടത്തും. ഞമ്മ ആരുമല്ല, ബണ്ണി വലിയ ആളായിക്കൊന്ന മാത്രം. ഞാൻ ആര്? നീ ആരുമല്ല. നിനക്കൊരു മരം മുറിക്കണമെങ്കിൽ 30,000 റുപ്യന്റെ 3 ഗർഗാസ് വേണ്ടി വരും. 3 ഗർഗാസ് എന്നാൾ ഒരു എന്തുസ്താ ആ മരം ഒട്ടാക്കുന്ന സാധനം മരം പക്ഷിയല്ല, ആ ചെറിയ അരി പോലത്തെ ചിതല് അരി പോലത്തെ ഈ നമ്മ റേഷന്റെ അരി കൊണ്ടിരുന്നില്ല, അങ്ങനത്തെ ഒരു സാധനം ഇല്ല. ഈ ചെതലും കണ്ടിട്ട് കൊതങ്ങനെയും കണ്ടിട്ടില്ല, ചെതലും കണ്ടിട്ടില്ല. ഈ ചെതലിന് ഗർഗാസ് വേണ്ട, ഉള്ളി വേണ്ട, കത്തരി വേണ്ട, കത്തി വേണ്ട. ഒരു മരം മുറിക്കാൻ സത്യം പറഞ്ഞാൽ അതിന്റെ ബായിൽ ഗർഗാസില്ല, മിഷനില്ല, ഒന്നുമില്ല. എന്നിട്ട് പോലും മരമോ എത്രയോ വലിയ മരങ്ങളെ, വൻ മരങ്ങളെ അത് മുറിച്ചിടുന്നു. ഇല്ലേ? എത്ര മാടുകളാ പൊളിഞ്ഞു വീണേ. ആര് പൊളിച്ചേ? ചെതല് പൊളിച്ചു. ഞങ്ങളുടെ പൊളിച്ചേ? ഗർഗാസിന് മുറിച്ചയാ. നീ പൊളിക്കണമെങ്കിൽ 6 ഗൗണ്ടന്മാരും 4 തമിഴന്മാരും 3 കണ്ണടിക്കുറുമ്പാണ് ഒരു മാട് പൊളിക്കാൻ. എന്നാ കൊതുകിന് ചെതലിന് അതിന്റെ ആവശ്യം വന്നില്ല. ഇപ്പൊ എല്ലാം വെച്ച് നോക്കുമ്പോ പവർഫുൾ മാൻ കൊതുകും ചെതലുമാണ്. ഞമ്മ ആരുമല്ല. അതുകൊണ്ട് കിബർ നടിക്കണ്ട. മഹാനായ കാളമ്പാടി ഉസ്താദ് വലിയ മഹാനരാണ്, വലിയ പണ്ഡിതരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹീയ പ്രസിഡന്റ് ആയിരുന്നു. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മുദരിസായിരുന്നു, വലിയ പണ്ഡിതരായിരുന്നു. ഭൂമിയിലേക്ക് മാത്രം നോക്കി നടന്ന ഒരു മഹാൻ. ഇരുത്തത്തിലെല്ലാം ഭൂമിയിലേക്ക് നോട്ടം. നിങ്ങളുടെ നെഞ്ചി വിരിച്ചിട്ട് കിബറന്മാരിയ്ക്കും പോലെ മഹാൻ ഇരുന്നില്ല. ഞമ്മല്ല അങ്ങനല്ല. 3 ഗതിയില്ലെങ്കിലും ഞങ്ങൾക്ക് അഭിപ്രായം പറയാനും ഇങ്ങനെ മേസ്ത്രി പണിയെടുക്കാനും ഇതൊന്നുമില്ല. ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ അഭിപ്രായം പറയുന്ന തന്നെ അതങ്ങനായി അത് അവിടേക്ക് പോയി ഇങ്ങനെ ഈ മേസ്ത്രിന്റെ പണി തന്നെയാണ് നമുക്ക് ചോറ്. അല്ലാണ്ട് ഞമ്മ നേരാന്ന് വിഷയമില്ല. ഞമ്മ അഭിപ്രായം പറയാൻ തന്നെ പഠിച്ചിന്. ഓനെ കൊണ്ടായിട്ട് എന്താക്കണം അറിയോ? ഈ വലിയ ഫ്ലാറ്റ് ആക്കുന്നതിന്റെ നടുവിൽ കൊണ്ടു നിർത്തിക്കൊള്ളാം. അവിടെ അഭിപ്രായം ചെല്ല മേസ്ത്രിന്റെ പണി എടുക്കാൻ. നമ്മള് ഇരുത്തവും നമ്മളെ വിഷയം അങ്ങനെയാണല്ലോ അല്ലെ. ഇപ്പൊ ഞാൻ ഇപ്പൊ വരുമ്പോ ഒരു വേള നിങ്ങൾ ആരും കൈ തന്നിട്ടില്ല, അല്ലെങ്കിൽ എന്നോട് ആരും മിണ്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ചൂടാവില്ലേ? അല്ലാണ്ട് നമ്മളല്ലേ ഇരുത്തം കണ്ടെങ്കിലേ നിങ്ങളതല്ല എന്നെ പോലത്തെ കുറച്ചാളത് ഇങ്ങനെ ബേജാറാണ്ട് ഞങ്ങളങ്ങനെ ചെല്ലിയ നിങ്ങളെ നല്ല ഓർമ്മ നിങ്ങളെ അല്ല നമ്മളല്ലേ ഇരുത്തണ്ട. ഏത് കളത്തിൽ പോയെങ്കിലും ഇങ്ങനെ അല്ലേ ഞാൻ ആരി നീ ആര്